എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആശകളായിരം വിത്ത് ലവ് സിനിമകൾ OTT റിലീസിന് ഒരുങ്ങുന്നു. അതുപോലെ ആട് 3 ട്രെയിലർ വന്നു. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കിഷോർ പാണ്ഡുരംഗ് ബലേക്കർ സംവിധാനം ചെയ്ത് വിജയ് സേതുപതി, അതിഥി റാവു, അരവിന്ദ് സ്വാമി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഏറ്റവും പുതിയ നിശബ്ദ ചിത്രമാണല്ലോ ഗാന്ധി ടോക്സ്. സംഗീത മാന്ത്രികൻ AR റഹ്മാൻ പശ്ചാത്തല സംഗീതം ഒരുക്കിയ ഈ ചിത്രം വ്യത്യസ്തമായൊരു ദൃശ്യാനുഭവമാണ് പ്രേക്ഷകർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഇപ്പോൾ C5 വഴി OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. മാർച്ച് 6 മുതൽ തമിഴ്, തെലുഗു, മലയാളം, കന്നഡ എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. വെങ്കി അറ്റ്ലൂരിയുടെ സംവിധാനത്തിൽ സൂര്യയും അമിതാഭ് ബച്ചനും ഒന്നിക്കുന്ന തമിഴിലെ ഏറ്റവും പുതിയ ചിത്രമാണല്ലോ സൂര്യ 44. വലിയ ഹൈപ്പോടെ എത്തുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിനായി പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ ആരാധകരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ചിത്രത്തിന്റെ ഔദ്യോഗിക ടൈറ്റിലും ഫസ്റ്റ് ലുക്കും നാളെ രാവിലെ 10:18 പുറത്തുവിടുകയാണ്. കാത്തിരിക്കാം സിനിമയുടെ ടൈറ്റിൽ, ഫസ്റ്റ് ലുക്ക് കാണാനായി. വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത് പ്രദീപ് രംഗനാഥൻ, കൃതി ഷെട്ടി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് സയൻസ് ഫിക്ഷൻ റൊമാൻറ്റിക് കോമഡി ചിത്രമാണല്ലോ ലവ് ഇൻഷുറൻസ് കമ്പനി. SJ സൂര്യ, യോഗി ബാബു തുടങ്ങിയ വൻ താരനിര അണിനിരക്കുന്ന ഈ ചിത്രം ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്രണയകഥയാണ് പ്രമേയമാക്കിയിരിക്കുന്നത്. അനിരുദ്ധ് രവിചന്ദർ സംഗീതം നൽകിയ ചിത്രത്തിലെ ഗാനങ്ങൾ ഇതിനോടകം തന്നെ വലിയ തരംഗമായി മാറിക്കഴിഞ്ഞു. ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം 2026 വേനൽക്കാലത്തോടുകൂടി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. വിപിൻ ദാസ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ, രാധിക ശരത് കുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണല്ലോ സന്തോഷ് ട്രോഫി. സിനിമയുടെ ആകാംക്ഷയുണർത്തുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഏറെ കൗതുകം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് പോസ്റ്ററിന് നൽകിയിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന നിലയിൽ വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. പൃഥ്വിരാജും രാധിക ശരത് കുമാറും ഒന്നിച്ചെത്തുന്ന ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പോസ്റ്ററിനെ കുറിച്ചുള്ള തോന്നലുകളും താഴെ കമന്റ് ചെയ്യുക. ടോവിനോ തോമസിനെ നായകനാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം പള്ളിച്ചട്ടമ്പിയുടെ ഏറ്റവും പുതിയ പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ചിത്രത്തിന്റെ റിലീസ് തീയതി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരിക്കുന്നത്. നിവിൻ പോളി ചിത്രം മലയാളി ഫ്രം ഇന്ത്യക്ക് ശേഷം ഡിജോ ജോസ് ആന്റണി ഒരുക്കുന്ന ഈ ചിത്രത്തിൽ ഹൈദു ലോഹറാണ് നായികയായി എത്തുന്നത്. ടൊവിനോയുടെ മാസ പ്രകടനം തന്നെയാകും ചിത്രത്തിന്റെ പ്രധാന ആകർഷണമെന്ന് പോസ്റ്ററുകൾ സൂചിപ്പിക്കുന്നു. ശക്തമായ പ്രമേയവും മികച്ച മേക്കിംഗ് കൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ഡിജോ ജോസ് ആന്റണി ചിത്രമായതിനാൽ തന്നെ വലിയ പ്രതീക്ഷയാണ് സിനിമയ്ക്കുള്ളത്. 2026 ഏപ്രിൽ 9 ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. M മണികണ്ഠൻ, B അജിത് കുമാർ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത് മക്കൾ സെൽവൻ, വിജയ് സേതുപതി കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമയാണ് കാട്ടാൻ. പ്രശസ്ത താരം VJ പാർവതിയും പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ OTT റിലീസിനായി തയ്യാറെടുക്കുകയാണ്. വലിയ പ്രീ റിലീസ് ഹൈപ്പുള്ള ഈ ചിത്രം മാർച്ച് 27 പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചിത്രം ലഭ്യമാകും. വിജയ് ദേവർകൊണ്ട, രശ്മിക മന്ദാന എന്നിവർ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ റാണാബലി. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ പോസ്റ്റർ മൂവി ടീം പുറത്തുവിട്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 11 ലോകമെമ്പാടുമായി ചിത്രം പാൻ ഇന്ത്യൻ ഭാഷകളിൽ തിയേറ്ററുകളിലേക്ക് എത്തും. വിഘ്നേഷ് രാജയുടെ സംവിധാനത്തിൽ ധനുഷ് കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് കാര. പോർ തൊഴിൽ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വിഘ്നേഷ് രാജ ഒരുക്കുന്ന സിനിമ എന്ന നിലയിൽ വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ ഈ ചിത്രത്തെ കാത്തിരിക്കുന്നത്. മലയാളികൾക്ക് പ്രിയപ്പെട്ട താരങ്ങളായ അമിതാഭ് ബച്ചനും ജയറാമും ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ റിലീസ് തീയതി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ വർഷത്തെ കോളിവുഡിലെ ആദ്യ സമ്മർ റിലീസ് എന്ന ഖ്യാതിയോടെ ഏപ്രിൽ 30 കാര തിയേറ്ററുകളിൽ എത്തും. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായി ഒരുങ്ങുന്ന ഈ ചിത്രം തമിഴിന് പുറമെ മറ്റ് ഭാഷകളിലും വലിയ തരംഗമാവുമെന്നാണ് കരുതപ്പെടുന്നത്. യശ് നായകനായെത്തുന്ന പുതിയ ചിത്രം ടോക്സിക് സംബന്ധിച്ച ആവേശകരമായ അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം പ്രഖ്യാപനം മുതൽക്കേ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ചിത്രത്തിലെ ആദ്യ ഗാനം നാളെ മാർച്ച് 2 ഉച്ചയ്ക്ക് 12:59 പുറത്തിറങ്ങുകയാണ്.
കന്നഡ സൂപ്പർ താരം യാഷിന്റെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലാകുമെന്ന് കരുതപ്പെടുന്ന ഈ ചിത്രത്തിന്റെ റൺ ടൈമിനെ കുറിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 3 മണിക്കൂർ 25 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു മാസ് എന്റർടൈനർ ആണ് ടോക്സിക് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഈ ചിത്രം കന്നഡയ്ക്ക് പുറമെ മലയാളം ഉൾപ്പെടെയുള്ള വിവിധ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായാണ് എത്തുന്നത്. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ ജയസൂര്യ നായകനെത്തുന്ന മാർച്ചിലെ മോസ്റ്റ് അവൈറ്റഡ് മലയാളം സിനിമയാണല്ലോ ആട് 3. ചിത്രം ഈ വരുന്ന മാർച്ച് 19 ലോകമെമ്പാടുമായി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇപ്പോഴത്തെ ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ട്രെയിലറാണ് നമുക്കിപ്പോൾ യൂട്യൂബിലൂടെ ലഭ്യമായിരിക്കുന്നത്. ഇതുവരെ പോസ്റ്ററിലൂടെ ഞെട്ടിച്ച മൂവി ടീം ഇപ്പോൾ ട്രെയിലറിലൂടെ വീണ്ടും ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. ആകെ മൊത്തത്തിൽ ഒരു ഫാന്റസി കോമഡി എന്റർടൈനർ ജോണറിലാണ് ആട് 3 ഇത്തവണ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മമ്മൂക്ക നായകനായി റോബി വർഗീസ് സംവിധാനം ചെയ്ത് 2023 പുറത്തിറങ്ങിയ മലയാളം സിനിമയാണല്ലോ കണ്ണൂർ സ്ക്വാഡ്. ഇപ്പോഴത്തെ സിനിമയുടെ 2ാം ഭാഗം വരുന്നു എന്നൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. മമ്മൂട്ടി പോലീസ് വേഷത്തിലെത്തുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഖാലിദ് റഹ്മാൻ സിനിമയ്ക്ക് ശേഷം മാത്രമായിരിക്കും നടക്കുക എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. കണ്ണൂർ സ്ക്വാഡിന്റെ വാർഷിക ദിവസം തന്നെ സിനിമയുടെ ഒരു ഫീച്ചർ അനൗൺസ്മെന്റ് പുറത്തിറക്കാനാണ് മൂവി ടീം ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2027 കണ്ണൂർ സ്ക്വാഡ് 2 തിയേറ്ററുകളിലേക്ക് എത്തും. അഭിഷാനും അനശ്വര രാജനും പ്രധാന വേഷങ്ങളിലെത്തിയ ഏറ്റവും പുതിയ റൊമാൻറ്റിക് കോമഡി ചിത്രമാണല്ലോ വിത്ത് ലവ്. തിയേറ്ററുകളിൽ ഹൃദ്യമായ പ്രണയാനുഭവം സമ്മാനിച്ച ഈ ചിത്രം ഒടുവിൽ OTT റിലീസിനായി തയ്യാറെടുക്കുകയാണ്. വരുന്ന മാർച്ച് 6 മുതൽ ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിക്കും. തമിഴ് കൂടാതെ മലയാളം, തെലുഗു, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിലും ചിത്രം ലഭ്യമാണ്. പ്രണയവും നർമ്മവും നിറഞ്ഞ ഈ മനോഹര ചിത്രം കാണാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ജി പ്രജിത്ത് സംവിധാനം ചെയ്ത് ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണല്ലോ ആശകളായിരം. ഒരിടവേളയ്ക്ക് ശേഷം ജയറാമും കാളിദാസും ഒന്നിച്ചെത്തുന്ന ഈ കുടുംബ ചിത്രം പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ OTT റിലീസ് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 2ാം വാരത്തോടു കൂടി ചിത്രം OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.